നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 1 ദിനവൃത്താന്തം 1-2 അധ്യായങ്ങളാണ്. നമ്മുടെ കാലക്രമം അനുസരിച്ചുള്ളതായ ബൈബിൾ വായന തുടരുമ്പോൾ ഇന്ന് നാം 1 ദിനവൃത്താന്തം 1-2 അധ്യായങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. ആദ്യ നോട്ടത്തിൽ ഈ അധ്യായങ്ങൾ പേരുകളുടെ ഒരു നീണ്ട പട്ടിക മാത്രമാണെന്ന് തോന്നാം. അതുകൊണ്ട് പലരും ഇവ വായിക്കാതെ കടന്നു പോകാൻ സാധ്യതയേറെയാണ്. എന്നാൽ ഈ വംശാവലികൾ വെറും പുരാതന കുടുംബരേഖകളല്ല. തലമുറകളിലൂടെ തൻ്റെ നിയമത്തെ ദൈവം വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ്. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകങ്ങൾ ദാവീദ് എങ്ങനെ രാജാവായി എന്നത് പറയുന്നു. ദിനവൃത്താന്തം ദാവീദ് എന്തുകൊണ്ടാണ് രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്നു. ശമൂവേൽ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ദിനവൃത്താന്തം ആ ചരിത്രത്തിന് പിന്നിലെ ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്തുന്നു. 2 ശമൂവേൽ വായന തുടരുന്നതിന് മുൻപ് ഈ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദാവീദിനെ മനുഷ്യരുടെ കാഴ്ചപ്പാടിലല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുവാനാണ്. 2 ശമൂവേലിൽ ദാവീദ് ക്രമേണ സർവ്വ ഇസ്രായേലിൻ്റെയും രാജാവായി സ്ഥാപിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളും യുദ്ധങ്ങളും മനുഷ്യരുടെ തീരുമാനങ്ങളും അവിടെ പ്രധാനമാണ്. എന്നാൽ ദാവീദിൻ്റെ ഭരണത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുൻപ് 1 ദിനവൃത്താന്തം ഒരു പടി പിന്നോട്ട് പോയി നമ്മെ ഒരു മഹത്തായ സത്യം ഓർമ്മിപ്പിക്കുന്നു. ദാവീദിൻ്റെ കഥ ദാവീദിൽ നിന്ന് ആരംഭിച്ചതല്ല. അത് ആദാം, അബ്രഹാം, യഹൂദ, ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദത്തങ്ങൾ എന്നിവയിൽ നിന്നാണ് ആരംഭിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശമൂവേൽ ഉത്തരം നൽകുന്നത് ദാവീദ് എങ്ങനെ രാജാവായി എന്നും, ദിനവൃത്താന്തം ഉത്തരം നൽകുന്നത് ദാവീദിനെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുമുള്ളതാണ്. ഈ വംശാവലി ദാവീദിൻ്റെ സിംഹാസനം ചരിത്രത്തിലെ യാദൃച്ഛിക സംഭവമല്ലെന്നും ദൈവത്തിൻ്റെ നിത്യപദ്ധതിയുടെ നിവൃത്തിയാണെന്നും തെളിയിക്കുന്നു. 1-ാം അധ്യായത്തിൽ വംശാവലി ഒരു അതിശയകരമായ പേരിൽ തുടങ്ങുന്നു. ആദാം. ഇസ്രായേലിൽ നിന്ന് ആരംഭിക്കാതെ സർവ്വ മനുഷ്യരാശിയിൽ നിന്നാണ് ദിനവൃത്താന്തകാരൻ ആരംഭിക്കുന്നത്. ഇതൊരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി സൃഷ്ടിയുടെ ആരംഭം മുതൽ നിലനിന്നിരുന്നതാണ്. വംശാവലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ആദാം, സേത്ത്, നോഹ, ശേം, അബ്രഹാം. അതിനുശേഷം ഇസ്മായേലിൻ്റെയും ഏശാവിൻ്റെയും ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയിരുന്ന ജാതികളുടെയും സന്തതികളെ രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചേക്കാം. അനേകം ജാതികൾ ഉയർന്നു വന്നെങ്കിലും അവരിൽ നിന്ന് മശിഹ വരേണ്ട ഒരു നിയമ പരമ്പര ദൈവം വിശ്വസ്തയോടെ സംരക്ഷിച്ചുവെന്ന് കാണിക്കാനാണ്. ചരിത്രം യാദൃച്ഛികമല്ല. ഓരോ തലമുറയും ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതി പ്രകാരം തന്നെ മുന്നേറി. ഈ പട്ടികയിലെ പലരുടെയും വ്യക്തിപരമായ കഥകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും അവർ ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാപദ്ധതിയുടെ ഭാഗമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ജീവിച്ചു, മരിച്ചു, ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയി. എന്നാൽ ദൈവം അവരിൽ ഒരാളെയും മറന്നില്ല. മനുഷ്യർ നമ്മുടെ പേരുകൾ മറന്നേക്കാം, സമൂഹം നമ്മുടെ സേവനത്തെ വിലമതിക്കാതിരിക്കാം, എന്നാൽ സ്വർഗത്തിൻ്റെ രേഖകളിൽ ഒരാളും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനയും, ഓരോ ത്യാഗവും, വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കപ്പെടുന്നു. ഈ വംശാവലി നമ്മെ പഠിപ്പിക്കുന്നത് പ്രശസ്തിയേക്കാൾ വിശ്വസ്തതയ്ക്കാണ് ദൈവം വില നൽകുന്നത് എന്നതാണ്. 2-ാം അധ്യായത്തിൽ വംശാവലി കൂടുതൽ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. സർവ്വ മനുഷ്യരാശിയിൽ നിന്ന് അബ്രഹാമിലേക്ക്, അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, അവസാനം യഹൂദയിലേക്ക്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് യഹൂദ എന്ന്. കാരണം ഉൽപ്പത്തി 49:10 ദൈവം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. രാജവംശം യഹൂദയിലൂടെ വരേണ്ടതായിരുന്നു. യഹൂദയിൽ നിന്ന് പെരേസ്, പെരേസിൽ നിന്ന് ഹെസ്രോൻ, അങ്ങനെ തലമുറകൾ കടന്ന് ഈശായിലേക്കും അവസാനം ദാവീദിലേക്കും എത്തുന്നു. ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്നതിന് വളരെ മുൻപേ, ശമൂവേൽ അവനെ അഭിഷേകം ചെയ്യുന്നതിനും വളരെ മുൻപേ ദൈവം അവൻ്റെ കുടുംബ പരമ്പര ഒരുക്കിയിരുന്നു. ദാവീദിൻ്റെ വിളിയിൽ യാദൃച്ഛികമായി സംഭവിച്ചതൊന്നുമില്ല. അതെല്ലാം ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഈ അധ്യായത്തിൽ ഒരു ശ്രദ്ധേയമായ പേര് നമുക്ക് കാണാം. പേരെസ്, അതായത് യഹൂദായിക്കും താമാറിനും ജനിച്ച മകൻ. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ
ഈ കുടുംബ ചരിത്രത്തിൽ പരാജയവും ലജ്ജയും തകർച്ചയും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം പേരേസിനെ തൻ്റെ പദ്ധതിയിൽ നിന്ന് നീക്കിയില്ല. മറിച്ച് അവൻ ദാവീദ് രാജാവിൻ്റെയും ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെയും പൂർവികനായി. ദൈവത്തിൻ്റെ മഹത്തായ കൃപയുടെ വലിപ്പം ആണിത്. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല എന്നർത്ഥം. മനുഷ്യരുടെ പരാജയങ്ങളിലൂടെയും ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം എഴുതുന്നു. ദൈവകൃപ ഇടപെടുമ്പോൾ നമ്മുടെ ഭൂതകാലം നമ്മുടെ ഭാവിയെ നിർണയിക്കേണ്ടതില്ല. അധ്യായം 2 കാലേബിൻ്റെ കുടുംബത്തെയും ദൈവം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച 2 വിശ്വസ്ത ഒറ്റുകാരിൽ ഒരാളായിരുന്നു കാലേബ്. വിശ്വാസം തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു പാരമ്പര്യം സൃഷ്ടിക്കുന്നതിനാലാണ് അവൻ്റെ കുടുംബം പ്രത്യേകം പരാമർശിക്കപ്പെടുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചവരെ തലമുറകൾ ഓർക്കും. ഈ അധ്യായങ്ങൾ നമ്മെ ചില ആഴമുള്ള ആത്മീയ സത്യങ്ങളും പഠിപ്പിക്കുന്നു. ഒന്ന്, ദൈവം ചരിത്രത്തെ ഭരിക്കുന്നു എന്നുള്ളതാണ്. സാമ്രാജ്യങ്ങൾ ഉയരുകയും വീഴുകയും ചെയ്യുന്നു. രാജാക്കന്മാർ വരികയും പോവുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നു പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിയമം ഒരിക്കലും മുറിയുന്നില്ല. അവൻ്റെ വാഗ്ദാനങ്ങളെ ഒന്നിനും തടയാൻ കഴിയുന്നുമില്ല. 2, ദൈവം തലമുറകളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പലപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പൂർത്തിയാക്കുന്നത്. അബ്രഹാം ദാവീദിനെ കണ്ടിട്ടില്ല. ദാവീദ് ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. എന്നാൽ ഓരോ തലമുറയും ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോയി. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ ആയിരിക്കും കാണുക. യഥാർത്ഥ വിശ്വാസം ഒരു ജീവിതകാലത്തേക്കാൾ അപ്പുറത്തേക്കാണ് നോക്കുന്നത്. 3, ദൈവം അപൂർണരായ മനുഷ്യരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ വംശാവലിയിൽ പാപികളുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്, പുറം തള്ളപ്പെട്ടവരുണ്ട്, വേദനാജനകമായ ഭൂതകാലം ഉള്ളവരുണ്ട്. എന്നാൽ ദൈവം തകർന്ന ജീവിതങ്ങളെ തൻ്റെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഭാഗം ആക്കുന്നു. അവൻ്റെ കൃപ നമ്മുടെ എല്ലാ പരാജയങ്ങളെക്കാൾ മഹത്തായതാണ്. നാം ജീവിക്കുന്ന തലമുറ തൽക്ഷണ വിജയത്തെയും വ്യക്തിപരമായ പ്രശസ്തിയെയും ആഘോഷിക്കുന്നു. എന്നാൽ ഈ വംശാവലികൾ മറ്റൊന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം പലപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കുന്നു. വിശ്വസ്തരായ അനേകം വിശ്വാസികൾ ഒരിക്കലും പ്രശസ്തരാകില്ല. അനേകം മാതാപിതാക്കൾ പതിറ്റാണ്ടുകളോളം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നു. അനേകം സൺഡേ സ്കൂൾ അധ്യാപകർ ആരും ശ്രദ്ധിക്കാതെ സേവിക്കുന്നു. അനേകം ശുശ്രൂഷകർ കയ്യടികളില്ലാതെ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നു. എന്നാൽ വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നിത്യ പ്രവൃത്തിയുടെ ഭാഗമായി തീരുന്നു. ഈ വംശാവലി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കായി ഒരു പേര് ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് കാണപ്പെടുന്ന തരത്തിൽ വിശ്വസ്തരായി ജീവിക്കുന്നതാണ്. ഇന്ന് നാം കാണിക്കുന്ന വിശ്വസ്തത നാളെ ആരുടെയെങ്കിലും അനുഗ്രഹമായി മാറാം. ആത്യന്തികമായി ഈ അധ്യായങ്ങൾ ദാവീദിനേക്കാൾ വലിയ ഒരാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, യേശുക്രിസ്തുവിലേക്ക്. മത്തായി തൻ്റെ സുവിശേഷം ഒരു വംശാവലിയോടെയാണ് ആരംഭിക്കുന്നത്. കാരണം ദിനവൃത്താന്തം പ്രതീക്ഷിച്ച എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമാണ് യേശുക്രിസ്തു. ആദാം മുതൽ അബ്രഹാമിലൂടെ, യഹൂദായിലൂടെ, ദാവീദിലൂടെ സംരക്ഷിക്കപ്പെട്ട നിയമപരമ്പര ഒടുവിൽ മശിഹായിൽ എത്തിച്ചേരുന്നു. ഈ വംശാവലിയിലെ ഓരോ പേരും ഒടുവിൽ എല്ലാ ജാതികളുടെയും യഥാർത്ഥ രാജാവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്ന 2 ചിന്തകൾ: ഞാൻ ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണോ, അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യം വിട്ടുകൊടുക്കുകയാണോ? നൂറ്റാണ്ടുകളിലൂടെ തൻ്റെ പദ്ധതികൾ വിശ്വസ്തയോടെ നിറവേറ്റുന്ന ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ പദ്ധതികൾ ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ആദ്യ നോട്ടത്തിൽ 1 ദിനവൃത്താന്തം 1-2 അധ്യായങ്ങൾ പേരുകളുടെ ഒരു പട്ടിക മാത്രമാണെന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മഹത്തായ സാക്ഷ്യമാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ തലമുറയും ഒരേ സത്യം പ്രഖ്യാപിക്കുന്നു: ദൈവം തൻ്റെ നിയമത്തെ ഒരിക്കലും മറക്കുന്നില്ല, തൻ്റെ വാഗ്ദാനങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, തൻ്റെ ജനത്തെ ഒരിക്കലും അവൻ മറക്കുന്നുമില്ല. ഇനി നാം വീണ്ടും 2 ശമൂവേലിലേക്ക് മടങ്ങുമ്പോൾ ദാവീദിൻ്റെ രാജത്വത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ദാവീദ് രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു വിജയിയായ രാജാവ് മാത്രമല്ല, യേശുക്രിസ്തു എന്ന നിത്യ ദാവീദിൻ്റെ പുത്രനിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസനാണ്. ഭൂമിയിലെ നേട്ടങ്ങൾ കൊണ്ടല്ല, ചരിത്രം തൻ്റെ തികഞ്ഞ ഹിതപ്രകാരം എഴുതുന്ന ദൈവത്തോടൊപ്പം വിശ്വസ്തയോടെ നടന്നവരായി നമ്മുടെ പേരുകളും അവൻ്റെ മുൻപാകെ ഓർമ്മിക്കപ്പെടട്ടെ.
ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.